ഫലമില്ല. ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും അവർക്ക് വിശ്വാസത്തിന്റെ പിൻഫലമില്ല. മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും സഹോദരങ്ങളെ പ്രമാണങ്ങളുടെ പിൻഫലമില്ല. പ്രമാണങ്ങളുടെ പിൻബലമുണ്ടെങ്കിൽ അവരെന്തിന് ചോദ്യങ്ങളെ ഭയപ്പെടണം? ആദർശത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ, സത്യസന്ധതയുടെ പിൻബലമുണ്ടെങ്കിൽ അവരെന്തിന് മുഖാമുഖങ്ങളെ ഭയപ്പെടണം? പ്രമാണങ്ങളുടെയും രേഖകളുടെയും പിൻബലമുണ്ടെങ്കിൽ അവരെന്തിനാണ് സുഹൃത്തുക്കളെ പരസ്യമായ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. അതെന്താണ്? പരസ്യമായ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നവർ, ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർ, മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നവർ, അതൊരിക്കൽ പോലും നടക്കരുത് എന്നാഗ്രഹിക്കുന്നവർ, തീർച്ചയായും അവർക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല, അവർക്ക് സത്യസന്ധതയുടെ പിൻബലമില്ല, അവർക്ക് രേഖയുടെ പിൻബലമില്ല. ഇത് തിരിച്ചറിയാൻ എന്തിനാണ് സുഹൃത്തുക്കളെ പാണ്ഡിത്യം? പടച്ചവൻ തന്ന ബുദ്ധി കൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ കഴിയില്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ വഹാബിസം പ്രവർത്തനം ആരംഭിച്ച് 19 കൊല്ലക്കാലം കഴിഞ്ഞു. തൊട്ടുപിന്നിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മത്സര രംഗത്തുണ്ട്. അതേപോലെ അപ്പും ചവറുമായി ചില്ലും ചില്ലറയുമായി കുറെയൊക്കെ വേറെയും കുറെ സാധനങ്ങളുണ്ട്, ഗ്രൂപ്പും ഉപഗ്രൂപ്പുകളുമായി. 19 കൊല്ലക്കാലമായിട്ട് അങ്ങനെ നടക്കുകയാണ്. ഈ 80 കൊല്ലക്കാലത്തെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായി ഇവരെന്ത് നേടി? നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ ഇടയ്ക്ക് ചില കാര്യങ്ങൾ ആലോചിക്കണമല്ലോ. ഇവരെന്ത് നേടി? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രബോധന രംഗം നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം, ഇവര് കുറെ ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു നേട്ടം. യഥാർത്ഥത്തിൽ പ്രബോധനം നടത്തേണ്ടതും നടക്കേണ്ടതും ആളുകളെ സ്വർഗത്തിലെത്തിക്കാനാണ്. പക്ഷെ ഇവരുടെ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായിത്തീർന്ന ഒരു ദുരന്തം, നരകം നിറഞ്ഞു, സ്വർഗം ശൂന്യമായി എന്നതാണ്. തുടക്കം മുതലേ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. മതപ്രബോധന രംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ ആവിഷ്കരിക്കുവാനോ, ഏറ്റവും കുറഞ്ഞത് പ്രബോധിത ജനതയെ, സഹോദരങ്ങളെ ഒരു നയത്തോടെ സമീപിക്കാൻ പോലുമോ കേരളത്തിലെ വഹാബിസത്തിന് സാധിച്ചിട്ടില്ല. 1920കളിൽ രംഗത്ത് വന്നതിന് ശേഷം ആദ്യമായി പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? കേരളത്തിൽ നിലവിലുള്ള മുസ്ലിമീങ്ങളാരും മുസ്ലിമീങ്ങളല്ല എന്നായിരുന്നു. അല്ലേ? കേരളത്തിൽ നിലവിലുള്ള മുസ്ലിമീങ്ങളല്ല, അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞു. ഉമർ മൗലവിയുടെയൊക്കെ ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും മറിച്ചു നോക്കിയാൽ ഓക്കാനം വരും അറിയാതെ. അത്രയും കൂടുതൽ ഈ സമുദായത്തെ കാഫിറാക്കി എഴുതി തള്ളിയ മറ്റൊരു വിഭാഗം വഹാബിസത്തെ പോലെ സുഹൃത്തുക്കളെ മറ്റൊരു ഈ പ്രസ്ഥാനത്തെ പോലും കാണുക സാധ്യമല്ല. അത്രയും കൂടുതൽ മുസ്ലിം സമുദായത്തെ കാഫിറുകളാക്കി എഴുതി തള്ളിക്കൊണ്ടാണ് കേരളത്തിൽ വഹാബിസം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം, എന്റെ ഈ പന്തലിന്റെ പിറകിലും പരിസരങ്ങളിലുമായി ഈ സദസ്സും ഈ മുഖാമുഖവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ സഹോദരങ്ങളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്കൊരാൾക്ക് മുജാഹിദാകണമെങ്കിൽ, നിങ്ങൾക്കൊരാൾക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരനാകണമെങ്കിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതെന്താണ്? എന്റെ സ്വന്തം ഉമ്മയും ഉപ്പയും കാഫിറുകളാണ്, അവര് മുസ്ലിങ്ങളല്ല എന്ന് സമ്മതിക്കാതെ ഒരാൾക്ക് മുജാഹിദാവുക സാധ്യമല്ല. എനിക്കതിന് സാധ്യമാണ് എന്ന് പറയുന്ന മുജാഹിദ് ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ആ കസേര, അവർക്ക് വരാം. എന്റെ ഉമ്മയെ തള്ളിപ്പറയാതെ, എന്റെ ഉപ്പയെ തള്ളിപ്പറയാതെ പോകട്ടെ. ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ കുറഞ്ഞത് വലിയുപ്പയെയും വലിയുമ്മയെയും എങ്കിലും തള്ളിപ്പറയാതെ, വലിയുമ്മയും വലിയുപ്പയും അവര് കാഫിറുകളാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാതെ സുഹൃത്തുക്കളെ ഒരു വ്യക്തിക്ക് മുജാഹിദാവുക സാധ്യമല്ല, ജമാഅത്തെ ഇസ്ലാമിയാവുക സാധ്യമല്ല. കേരളത്തിൽ പറന്നു വീഴുന്ന ഏതൊരു കുഞ്ഞും ഒരു മുസ്ലിം കുഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിന്റെ ശബ്ദം കേൾക്കുന്നത് സ്വന്തം ഉപ്പയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ചുണ്ടിൽ നിന്നാണ്. പ്രസവിക്കപ്പെട്ട ഉടനെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുത്തുകൊണ്ട് ഒരു സുന്നത്ത് നിർവഹിക്കാറുണ്ട് നമ്മൾ.
ആ സുന്നത്തിലൂടെ തൗഹീദിന്റെ ശബ്ദം കേൾപ്പിക്കുന്ന കുട്ടിയെ ആര്? ഒരു പക്ഷേ ഉപ്പ തന്നെ, അല്ലേ? ഉപ്പ കയ്യിൽ പിടിച്ചുകൊണ്ട് മകന്റെ അല്ലെങ്കിൽ മകളുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇഖാമത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം ആദ്യമായി കേൾക്കുന്നു ഉപ്പയുടെ ചുണ്ടിൽ നിന്ന്. രണ്ടാമത് ഉമ്മ കുട്ടിയെ താരാട്ട് പാടി ഉറക്കുകയാണ്. വാവിട്ട് കരയുന്ന കുഞ്ഞിനെ ഉറക്കുന്നതിന് വേണ്ടി ഉമ്മ താരാട്ട് പാടുന്നു. എന്താ താരാട്ട്? ഇന്ന് കേൾക്കുന്ന താരാട്ടല്ല. ആ താരാട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അല്ലേ? ഒരു പ്രത്യേക ഈണത്തിലും ശബ്ദത്തിലും ഉമ്മ താരാട്ട് പാടുന്നത് കേട്ട വലിയവർ പോലും ഉറങ്ങിപ്പോകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കുട്ടിയെ ഉറക്കുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് രണ്ടാമത് കുഞ്ഞ് കേൾക്കുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്റെ കുഞ്ഞു ചെവിയിൽ ആദ്യമായി കേൾപ്പിച്ച സ്വന്തം ഉപ്പയെയും ഉമ്മയെയും അവര് മുത്തുനബിയെ വിളിക്കുന്നവരാണ് എന്ന കാരണത്താൽ നാട്ടിൽ ഒരു മുജാഹിദ് ഉണ്ടാകുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനുണ്ടാകുന്നത്. തന്റെ ഇളം ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശബ്ദം ആദ്യമായി കേൾപ്പിച്ച സ്വന്തം ഉമ്മ, ആ ഉമ്മ മുത്തുനബിയെ വിളിക്കുന്ന ഉമ്മ. ആരാടോ മുത്തുനബിയെ വിളിക്കാത്ത ഉമ്മമാര് കേരളത്തിലുള്ളത്? മുത്തുനബിയെ വിളിക്കാത്ത എത്ര ഉമ്മമാരുണ്ട് കേരളത്തിൽ? മുത്തുനബിയെ വിളിക്കാത്ത എത്ര ഉപ്പമാരുണ്ട് കേരളത്തിൽ? ഉണ്ടോ? ഇപ്പൊ മുജാഹിദ് വന്ന് കുറച്ചു കാലം, അതും വളരെ ഈ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിയാൽ അവശേഷിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ, മഹാഭൂരിപക്ഷം ജനങ്ങൾ, ആ മഹാഭൂരിപക്ഷം ജനങ്ങളും മുത്തുനബിയെ വിളിക്കുന്നവരാണ്, അവർ ബദരീങ്ങളെ വിളിക്കുന്നവരാണ്. അങ്ങനെ വിളിക്കുന്നതിന്റെ പേരിൽ തന്റെ ഇളം ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശബ്ദം ആദ്യമായി കേൾപ്പിച്ച എന്റെ ഉമ്മയും ഉപ്പയും കാഫറുകളാണ് എന്ന് വിശ്വസിക്കാതെ പറയാതെ ആർക്കാണ് മുജാഹിദാകാൻ സാധിക്കുക? അങ്ങനെ ഉമ്മയെയും ഉപ്പയെയും തള്ളിപ്പറയുന്നതിലൂടെ മുജാഹിദ് ചെയ്യുന്നത് എന്താണ്? തലമുറകളെ തന്നെ തള്ളിപ്പറയുന്നു. നമ്മുടെ വേരുകളാണ് സുഹൃത്തുക്കളെ ഇവർ തള്ളിപ്പറയുന്നത്. ഈ സമുദായത്തിന്റെ വേരുകൾ, മുസ്ലിം സമുദായത്തിന്റെ വേരുകളാണ് കേരളത്തിലെ വഹാബിസം പിഴുതെറിയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാമോ, 500 കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട് നമ്മുടെ കേരളത്തിൽ, അല്ലേ? 600ഉം 700ഉം കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട്. 1000 കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട്. സ്വഹാബിമാർ മറവിട്ട് കിടക്കുന്ന മക്ബറകളുണ്ട്, അല്ലേ? ഈ സ്വഹാബിമാരും 1000 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ താബിഈങ്ങളും താബിഈങ്ങളും അവരൊക്കെ മരണപ്പെട്ടു പോയ, അവരൊക്കെ കബറടക്കപ്പെട്ട മക്ബറകളുണ്ട് കേരളത്തിൽ. ആ മക്ബറകളിൽ മരിച്ചു കിടക്കുന്ന ഓരോ മുസ്ലിമും മുത്തുനബിയെ വിളിച്ചവരാണ്, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചവരാണ്. അങ്ങനെ വിളിച്ചവർ കാഫിറുകളാണ് എന്ന് മുജാഹിദ് പറഞ്ഞാൽ മുജാഹിദ് തള്ളിപ്പറയുന്നത് നമ്മുടെ തലമുറകളെയാണ്. അസ്തിത്വം, നമ്മുടെ അടിവേര്, നമ്മുടെ അടിത്തറ തന്നെ മാന്തി എറിയാനാണ് മുജാഹിദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയണ്ടേ ചെറുപ്പക്കാര്? ഇത് തിരിച്ചറിയണ്ടേ മുസ്ലിമീങ്ങൾ? ഇതൊരു കുനൂത്തിന്റെയും അല്ലെങ്കിൽ കൂട്ടുപ്രാർത്ഥനയുടെയും മാത്രം വിഷയമല്ല. ഇത് നമ്മുടെ അസ്തിത്വത്തിന്റെ വിഷയമാണ്, നമ്മുടെ അടിത്തറയുടെ വിഷയമാണ്, നമ്മുടെ വേരാണ് ഈ തുരപ്പന്മാർ മാന്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, നമുക്ക് സാധിക്കണം എന്ന കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം നമുക്ക് അനുവദിച്ച സമയം വളരെ പരിമിതമാണ്. ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള മറുപടിയും വിശദീകരണങ്ങളും നമുക്കാകാം. ഒരു നീണ്ട വിഷയാവതരണത്തേക്കാൾ നല്ലത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തോട്, അതുപോലെ അതിന്റെ പ്രബോധകന്മാരോട്, അതിന്റെ പ്രസംഗകരോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു തീരുമാനം എടുക്കണം. അതെന്താ? നിങ്ങൾ നുണ പറയില്ല എന്ന്. നുണ പറയില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ ഞങ്ങളെ വിജയം ഉറപ്പായി. പക്ഷെ നുണ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം നുണയെ തോൽപ്പിക്കാൻ നിങ്ങളുടെ മറുഗ്രൂപ്പിനല്ലാതെ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങളോട് ഒരു വിനയത്തോടൊരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചുകൊണ്ട് വെറുതെ ദുഷ്പ്രചാരണങ്ങൾ നടത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ അത് നിർത്തിവെച്ച് നിങ്ങൾ ഖുർആനും സുന്നത്തും എടുക്ക്, പ്രമാണങ്ങൾ എടുക്ക്, രേഖകൾ എടുക്ക്, എന്നിട്ട് സംസാരിക്ക്. അങ്ങനെ സംസാരിക്കുന്നതാണ് സത്യസന്ധത എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സത്യം സത്യമായി മനസ്സിലാക്കി അത് പിൻപറ്റാനും ബാത്തിലായി മനസ്സിലാക്കി അത് തള്ളിക്കളയാനും
നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇനി